9 വർഷക്കാലം നീണ്ടുനിന്ന പ്രണയത്തിനൊടുവിലാണ് ജയന്തി രാജീവ് വിവാഹം കഴിക്കുന്നത്. വീട്ടുകാർക്കിടയിലും വളരെയധികം പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന ഒരു വിവാഹമായിരുന്നു. എന്നാൽ എല്ലാവരെയും എതിർത്തുകൊണ്ടായിരുന്നു ജീവിതത്തിലേക്ക് രണ്ടുപേരും എത്തിയത്. പക്ഷെ വിധി അവിടെ വീണ്ടും അവർക്ക് വില്ലനായി. ജയന്തിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നറിഞ്ഞതോടെ രാജീവിന്റെ വീട്ടുകാർക്ക് അവളോടുള്ള ദേഷ്യം 10 മടങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ ജയന്തിക്ക് ആശ്വാസമായിരുന്നത് രാജീവിന്റെ കരുതലും സ്നേഹവുമായിരുന്നു. ഇതിനിടയിൽ ജയന്തിയുടെ വീട്ടുകാർ പിണക്കം മറന്ന് ഇരുവരും നല്ല ബന്ധത്തിലെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ജയന്തിയുടെ അനുജത്തിയായ ജാനകി ജയന്തിയുടെയും രാജീവിന്റെയും വീട്ടിൽ നിന്ന് പഠിക്കുവാനായി എത്തുന്നത്. വീട്ടുകാരുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഇതാണ് ഏറ്റവും മികച്ച മാർഗമെന്ന് മനസ്സിലാക്കിയ ജയന്തി സന്തോഷപൂർവ്വം ജാനകിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. പക്ഷേ അത് തൻ്റെ ജീവിതം തന്നെ മാറി മറിയാനുള്ള കാരണമാകുമെന്ന് ജയന്തി അറിഞ്ഞിരുന്നില്ല. വില്ലേജ് ഓഫീസിലായിരുന്നു ജയന്തിക്ക് ജോലി. രാജീവ് ആകട്ടെ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥനും. രണ്ടുപേർക്കും സർക്കാർ ജോലി ഉള്ളതുകൊണ്ട് തന്നെ ജീവിതം വളരെ സുന്ദരമായി മുന്നോട്ട് പോയി. കിട്ടുന്ന കാശൊക്കെ മീതിയാണ്. ജീവിക്കാൻ കുട്ടികൾ പോലുമില്ല. ജാനകി വളരെ സന്തോഷപൂർവ്വം തന്നെയാണ് വീട്ടിലേക്ക് ജയന്തിയെ കൂട്ടിക്കൊണ്ടുവന്നത്. വീട്ടുജോലികളിലൊക്കെ ജാനകി അവളെ സഹായിക്കാൻ വരുമ്പോൾ പഠിക്കുവാനായി അവളെ പറഞ്ഞുവിട്ടു. പലപ്പോഴും ജാനകി കോളേജിൽ നിന്നും വരുമ്പോൾ രാജീവ് മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. ജയന്തി എപ്പോഴും താമസിച്ചാണ് വരാറുള്ളത്. ഒരിക്കൽ രാജീവ് വന്നപ്പോൾ ചായ ഇട്ടുകൊടുത്തത് ജാനകിയാണ്. അങ്ങനെ ഇരുവരും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു പരിചയമുണ്ടായി. ഒരു ചേട്ടൻ എന്നതിലുപരി രാജീവുമായി എന്തും തുറന്ന് സംസാരിക്കുവാനുള്ള ഒരു ബന്ധം ജാനകി ഉടലെടുത്തിരുന്നു. ഇരുവരും പലപ്പോഴും പരസ്പരം തമാശ പറയുകയും അടുത്തിടപഴകുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ ജയന്തിയിൽ സന്തോഷമാണ് നിറച്ചത്. എന്നാൽ ഒരു ദിവസം അല്പം നേരത്തെ എത്തിയ ജയന്തി കാണുന്നത് ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു. അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന ജാനകിയെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിക്കുകയും അവളുടെ മാറിൽ കൈവെക്കുകയും ഒക്കെ ചെയ്യുന്ന രാജീവേട്ടൻ. ആ കാഴ്ച ഒരു നിമിഷം ജയന്തിയുടെ കണ്ണുകളെ വല്ലാതെ ഉലച്ചു കളഞ്ഞിരുന്നു. അവൾക്കത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ലായിരുന്നു. കുട്ടികളില്ലാത്ത കാലത്ത് തന്നെ സ്നേഹിച്ചിരുന്ന രാജീവേട്ടൻ തൻ്റെ സഹോദരിയുമായി മോശമായ തരത്തിൽ. ചേച്ചി ഇതറിഞ്ഞാലോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് രാജീവേട്ട. നിന്റെ ചേച്ചി ഇതൊന്നും അറിയാൻ പോകുന്നില്ല. അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് രാജീവ് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. ചേച്ചി ചതിക്കാണല്ലോ. പക്ഷേ രാജീവേട്ടനോടുള്ള ഇഷ്ടം. അവളൊന്ന് നിർത്തി. എനിക്കും ആദ്യമൊക്കെ കുറ്റബോധം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ സാധിക്കാത്ത ജയന്തിയെ ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? അവളോട് ഒരു ഇഷ്ടക്കുറവില്ല, പക്ഷേ നിന്നോട് എപ്പോഴൊക്കെയോ അടുത്തുപോയി, രാജീവ് പറഞ്ഞു. ആ നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നുവെങ്കിലെന്നാണ് ജയന്തി ആഗ്രഹിച്ചത്. അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശേഷം കോളിംഗ് ബെൽ അടിച്ച്. അപ്പോഴേക്കും തമ്മിൽ പുണർന്നു നിന്ന ജാനകിയും രാജീവും അകന്നു മാറിയിരുന്നു. ചേച്ചി വന്നതാണെന്ന് തോന്നുന്നു, ജാനകി പറഞ്ഞപ്പോൾ രാജീവിൻ്റെ മുഖത്ത് അനിഷ്ടം നിറഞ്ഞിരുന്നു. കയറി വന്ന ജയന്തി രണ്ടുപേരോടും പ്രത്യേകിച്ചൊന്നും പറയാതെ തലവേദനയാണെന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയിരുന്നു. വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജാനകി വന്ന് വിളിച്ചപ്പോൾ അവൾ മറുപടി ഒന്നും പറയാതെ എഴുന്നേറ്റ് ചെന്നു. അപ്പോഴേക്കും രാജീവും ജാനകിയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. അവൾ വെറുതെ ഭക്ഷണത്തിൽ കൈയിട്ടുകൊണ്ടിരുന്നു. ശേഷം അവർ എഴുന്നേറ്റ് പോയതോടെ ഭക്ഷണം ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിട്ടു. പാത്രം കഴുകി കുളി കഴിഞ്ഞ് മുറിയിലെത്തുമ്പോൾ രാജീവ് അവളെ നോക്കി കിടക്കുകയാണ്. എന്തുപറ്റി? തലവേദനയാണ്. അവളുടെ നെറ്റിയിൽ വിക്സ് പുരട്ടി കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവനോട് അവൾക്ക് ആ നിമിഷം തോന്നിയത് അറപ്പാണ്. തൻ്റെ അനുജത്തിയുടെ ശരീരത്തിൽ ചേർന്ന് നിന്ന് അവളുമായി പ്രണയസല്ലാപം നടത്തിയിട്ടാണ് തന്നോട് ആ ചോദ്യം. നല്ല തലവേദന, ഞാൻ ഉറങ്ങുകയാണ്. അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു കിടന്നു. രാജീവ് ഒന്നും മിണ്ടാതെ അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്നു. ജയന്തിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വീഴുന്നുണ്ടായിരുന്നു. ഇടയിൽ എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി. കണ്ണു തുറന്നപ്പോൾ അരികിൽ രാജീവില്ല. ബാത്റൂമിലായിരിക്കുമെന്നാണ് അവൾ കരുതിയത്. ബാത്റൂമിൽ നിന്നും കുറേ സമയം കഴിഞ്ഞിട്ടും ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ അവൾ ഒന്നുകൂടെ ബാത്റൂമിൻ്റെ അരികിലേക്ക് ചെന്ന് അത് തുറന്നു നോക്കി. അതിനുള്ളിൽ രാജീവ് ഇല്ല എന്ന് കണ്ടപ്പോൾ അവളിൽ ഒരു ഭയം ഉടലെടുത്തു. ഈ രാത്രി രാജീവേട്ടൻ എവിടെ പോയതാണ്? അവൾ പെട്ടെന്ന് ജാനകിയുടെ മുറിയിലേക്ക് ചെന്നു. അകത്ത് എന്തൊക്കെയോ പൊട്ടിച്ചിരികളും സീൽക്കാരങ്ങളും കേൾക്കാം. അവളുടെ നെഞ്ചൊന്ന് കാളി. രാജീവേട്ടൻ അവൾക്കൊപ്പം. ഒരു നിമിഷം അവൾ ജനൽപ്പാളി തുറന്ന് അവിടെ കണ്ട കാഴ്ച ഒരു ഭാര്യയ്ക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. പൂർണ്ണ നഗ്നരായി പരസ്പരം പുണർന്നു കിടക്കുന്ന തൻ്റെ ഭർത്താവും അനുജത്തിയും. തൻ്റെ അനുജത്തിയെ വികാരത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച് അവളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഭർത്താവ്. പ്രണയവേഴ്ചയുടെ മൂർധന്യ അവസ്ഥയിലാണ് രണ്ടുപേരും. സീൽക്കാരങ്ങൾ പതിയെ ഞരക്കത്തിന് വഴിമാറി. ദേഷ്യത്തോടെ അവൾ വാതിൽ കൊട്ടി. രാജീവും ജാനകിയും ഒന്നമ്പരന്ന്. ജാനകി തുറക്ക്! പുറത്തുനിന്നും വലിയ രീതിയിലുള്ള ജയന്തിയുടെ ഒച്ച കേട്ടതും ജാനകിയും രാജീവും ഒരേപോലെ അമ്പരന്നു. ഇവൾ എങ്ങനെ ഉണർന്നു വന്നു? നീ ഗുളിക പിടിച്ചു കൊടുത്തില്ലായിരുന്നോ? രാജീവ് ചോദിച്ചു.
ഭക്ഷണത്തിൽ കൊടുത്തതാണ് ചേട്ടാ. എങ്ങനെയാണെന്നറിയില്ല. എല്ലാം കൈവിട്ടു പോയല്ലോ ഈശ്വര. രാജീവ് തലയിൽ കൈവച്ചു. പെട്ടെന്ന് മുണ്ടെടുത്തൊടുത്ത് അവൻ ജാനകിയും എന്ത് ചെയ്യണമെന്നറിയാതെ വസ്ത്രമെടുത്ത് ധരിച്ച് വാതിൽ തുറന്നു. കൺമുൻപിൽ രണ്ടുപേരെയും കണ്ടപ്പോൾ വല്ലാത്തൊരു വേദന തന്നെയായിരുന്നു ആ നിമിഷം ജയന്തിയിൽ ഉണർന്നത്. എന്നോടിത് വേണ്ടിയിരുന്നില്ല രാജീവേട്ട. ഇവളോട് ഞാൻ ഒന്നും പറയുന്നില്ല. സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തിൽ എൻ്റെ കൂടപ്പിറപ്പായി ജനിച്ചിട്ട് എന്നോട് ഇങ്ങനെ ചെയ്ത ഈ മഹാപാപിയോട് ഞാനിനി എന്ത് പറയാനോ? പക്ഷെ നിങ്ങളെ ഞാൻ വല്ലാതെ വിശ്വസിച്ചു പോയിരുന്നു. ഇതെൻ്റെ വീടാണ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ വീട്. ഇപ്പോൾ ഇറങ്ങണം രണ്ടും ഇവിടെ നിന്നും. ഞാൻ അച്ഛനെയും അമ്മയും വിളിക്കാൻ പോവാ. എല്ലാ കാര്യങ്ങളും അവരോട് പറയാൻ പോവാ. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. രാജീവ് അവളോട് പറഞ്ഞു. നിങ്ങൾ എന്നോട് സംസാരിച്ച് പോലും പോകരുത്. നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത അറപ്പാണ് തോന്നുന്നത്. നിങ്ങൾക്കുള്ള സമ്മാനം ഞാൻ തരാം. രണ്ടുപേരെയും നിർബന്ധപൂർവം അവൾ മുറിയുടെ ഉള്ളിലേക്ക് പറഞ്ഞു വിട്ടു. ശേഷം കതക് പുറത്തു നിന്നും അടച്ചു. ഒരു നിമിഷം രണ്ടുപേരും വല്ലാതെ ഭയന്നു. അവൾ ഫോണെടുത്ത് പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ ഡയൽ ചെയ്തു. എൻ്റെ പേര് ജയന്തി. ഞാനിവിടെ വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ മരണത്തിൻ്റെ കാരണം എൻ്റെ ഭർത്താവ് രാജീവും അനുജത്തി ജാനകിയുമാണ്. അവർ തമ്മിലുള്ള അവിഹിത ബന്ധം ഞാൻ കാണാനിടയായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മരിക്കാൻ പോകുന്നത്, അവൾ പറഞ്ഞു. ശേഷം മുറിയിൽ കയറി ഫാനിൽ സാരി കുടുക്കിട്ട് അവൾ പിടഞ്ഞ് പിടഞ്ഞ് മരണം പുൽകി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.